മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി ശക്തമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരണം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും ഇഡി അന്വേഷണം തുടങ്ങി. കസ്റ്റഡിയിലിരിക്കെ ജലവകുപ്പിന് നിർദ്ദേശം നൽകിയത് എങ്ങനെയെന്നാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പുറത്തുവിട്ട മന്ത്രി അതിഷി മർലേനെ ഇഡി ചോദ്യം ചെയ്തേക്കും. മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഹോളി ആഘോഷം ഒഴിവാക്കിയിട്ടുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തും. അതേസമയം കെജ്രിവാളിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് BJP. നോബൽ മാരിക്കാരൻ നോബൽ, ഇതിലേറ്റവും പ്രധാനം ആതിഷി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ജലവിഭവ വകുപ്പിൻ്റെ കത്താണ്. അരവിന്ദ് കെജ്രിവാളിന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആതിഷിക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയത് എന്നുള്ള പരിശോധനയാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നതല്ല, എങ്കിലും അതൊരു ഇഷ്യൂ ആക്കിക്കൊണ്ടിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് ജയിലിലിരുന്ന് ഭരിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കുകയാണ് BJP ലക്ഷ്യം. നികേഷ്, അരവിന്ദ് കെജ്രിവാൾ ജയിലിലല്ല EDയുടെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് സർക്കാർ നിർദ്ദേശം നൽകി എന്തായിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ വരികയും ചെയ്തു. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ED കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സർക്കാർ നിർദ്ദേശം നൽകുക എന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു കത്താണ് അതിഷി മർലേന ഇന്നലെ പുറത്തുവിട്ടത്. ആ കത്ത് എങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിൽ ഇരുന്ന് നൽകി എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അന്വേഷണ ഏജൻസികളിലേക്ക് പോലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരു കത്ത് മന്ത്രിക്ക് നൽകുന്നു, ആ മന്ത്രി അത് വായിക്കുന്നു എന്ന തരത്തിലേക്ക്. സാധാരണഗതിയിൽ അത്തരത്തിൽ സംഭവം ED കസ്റ്റഡിയിലോ അല്ലെങ്കിൽ CBI കസ്റ്റഡിയിലുള്ള കാലഘട്ടത്തിൽ മറ്റാർക്കും ഉണ്ടാകാത്തൊരു സൗകര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് BJP ഉൾപ്പെടെ ഇത് കെജ്രിവാൾ എഴുതിയ കത്തല്ല എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ED ഒരു സംശയത്തിൻ്റെ പക്കലേക്ക് പോയ സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു അന്വേഷണം നടത്താൻ ED തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ED കസ്റ്റഡിയിലുള്ള കെജ്രിവാളിന് നോട്ടീസുകളോ അല്ലെങ്കിൽ പേപ്പറുകളോ അല്ലെങ്കിൽ മറ്റൊന്നും നൽകിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഉള്ളപ്പോൾ എങ്ങനെ ഇങ്ങനൊരു സന്ദേശം, ഒരു നിർദ്ദേശം പുറത്തേക്ക് വന്നു എന്ന ചോദ്യം പ്രസക്തമായി ഉയരുകയും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ED നടത്തുന്നുണ്ട്. ഒപ്പം ഈ കെജ്രിവാൾ നൽകിയ സന്ദേശം വായിച്ചത് അതിഷി മർലേനെയാണ്. അതിഷി മർലേനെ ഇതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ സന്ദേശം ലഭിച്ചത് എന്ന കാര്യം പരിശോധിക്കും എന്നാണ് അറിയുന്നത്. ED കസ്റ്റഡിയിൽ നിന്ന് കെജ്രിവാൾ ഇത്തരത്തിൽ ഒരു സന്ദേശം നൽകാൻ ഒരു സാധ്യതയും ഇല്ല എന്നായിരുന്നു BJP അടക്കം ഇന്നലെ ആരോപിച്ചത്. അത് അതിഷി മർലേനെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കത്താണ് വായിച്ചത് എന്തായിരുന്നു ഇന്നലെ ഒരു ആരോപണമായി ഉയർന്നത്. എന്താണെങ്കിലും ED ഇക്കാര്യത്തിൽ പരിശോധന തുടരുകയാണ്. കാരണം EDയെ സംബന്ധിച്ചും അല്പം പ്രതിസന്ധിയിലേക്ക് ഈ കാര്യം പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കസ്റ്റഡിയിലുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനൊരു നിർദ്ദേശം അതൊരു കത്തായി നൽകിയെന്ന ചോദ്യം EDയുടെ പോലും അവരുടെ അധികാര പരിധിയെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ വിഷയം വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ED എത്തിയത്. അതായത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ED സാധ്യത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ED ഇതിൽ ഈ അതിഷി മർലേനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊരു കൃത്യമായൊരു ചിത്രം ഇവർക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അതിഷിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. നികേഷ്.